ഹായ് ഓൾ, ഐ ആം ജാസിർ, എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ്. നമുക്കൊക്കെ അറിയാം, കേരളം എന്നത് 100% സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും SSLCയും പാസ്സായി, എല്ലാവരും +2 പാസ്സായി, അങ്ങനെയൊക്കെ ആണെന്നാണ് നമ്മളുടെയൊക്കെ ഒരു വിശ്വാസം. പക്ഷേ യഥാർത്ഥത്തിൽ പലപ്പോഴും ഈ വീഡിയോ കാണുന്ന നിങ്ങളടക്കം പലപ്പോഴും പാതി വഴിയിൽ 10ാം ക്ലാസ്സും +2 ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളായിരിക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ 10ാം ക്ലാസ്സും +2 ഒക്കെ പാതി വഴിയിൽ നഷ്ടപ്പെട്ട് പിന്നീട് ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത്, ഒരു പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത്, ഒരു എമിഗ്രേഷൻ്റെ സമയത്ത്, ഒരു എംബസി അറ്റസ്റ്റേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിൻ്റെ സമയത്തൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നിരാശപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യം പല ആളുകളും നേരിടേണ്ടി വരാറുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇന്ന് ധാരാളം ബോർഡുകൾ അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? സോ അത്തരത്തിലുള്ള ആളുകളോടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 6 മാസം കൊണ്ട് SSLC, 6 മാസം കൊണ്ട് +2, ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് പോലും നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. അവർക്കൊക്കെയുള്ള ഒരു സംശയം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ മാറ്റിത്തരുന്നതാണ്. ഞാൻ ജാസിർ, എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 6 മാസം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ SSLCയും +2 നേടുന്നത്, ഇതിന് വല്ല വാല്യൂ ഉണ്ടോ, ഇതിന് അംഗീകാരം ഉണ്ടോ, ഈ സർട്ടിഫിക്കറ്റ് ആയിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എമിഗ്രേഷൻ, ഒരു പാസ്പോർട്ട്, ഒരു എംബസി അറ്റസ്റ്റേഷൻ, അതുപോലെ തന്നെ ഒരു ഹയർ സ്റ്റഡി, ഇത്തരത്തിലുള്ള എൻ്റെ ആവശ്യങ്ങളൊക്കെ മാറ്റാൻ അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയമായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ ചില ബോർഡുകൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. എനിക്ക് നിങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്താനുള്ളത് NIOS എന്ന് പറഞ്ഞൊരു ബോർഡാണ്. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് സിമ്പിളായിട്ട് പഠിച്ച് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്കൂളിൽ പോയി പരീക്ഷ എഴുതി നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു ബോർഡാണ് NIOS അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ. ഇതുവഴി നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSC പരീക്ഷ എഴുതാം, അതുപോലെ നിങ്ങൾക്കൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ NIOS വഴി നിങ്ങളുടെ ഒരു, നമ്മൾ പറയുന്ന സമയത്ത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയണമല്ലോ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെട്ടുള്ള ഒരു ബോർഡാണെന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് IAS വരെ ആകാൻ ഈ ഒരു NIOS പഠിച്ചോണ്ട്. അത് നിങ്ങൾ NIOSൽ തന്നെ 10ാം ക്ലാസ്സും NIOSൽ തന്നെ +2 പാസ്സായി പിന്നീട് നിങ്ങൾ ഡിസ്റ്റൻസ് ആയിട്ട് ഒരു ഡിഗ്രി അടിച്ച് IAS ആയ ആളുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. അങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ NIOSൻ്റെ ഏറ്റവും വലിയൊരു ഗുണം അതാണ്, നിങ്ങൾക്ക് ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റാണ്. പക്ഷേ പഠിച്ച് നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുമ്പോഴാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് 6 മാസം കൊണ്ട് SSLC +2 നിങ്ങൾക്ക് അങ്ങനെ പരീക്ഷ എഴുതി പഠിച്ച് സ്കൂളിലൊന്നും പോയി എക്സാം എഴുതാൻ പറ്റില്ല, നിങ്ങൾ മറ്റൊരു വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ബോർഡാണ് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ അഥവാ BOSE. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത് നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും നിങ്ങൾക്ക് ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പാസ്സാകാൻ പറ്റും. ഇത് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ് ഞാൻ വരുന്നത്. MOE അഥവാ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ അംഗീകാരമുണ്ട്, അതുപോലെ തന്നെ COPSE കൗൺസിൽ ഓഫ് ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ അംഗീകാരമുണ്ട്, NIOSൻ്റെ അംഗീകാരമുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 69ാമത്തെ പൊസിഷനിലാണ് നമ്മളെ ഈ BOSE ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ സ്ഥാനമുള്ളത്. അത് ആൽഫബറ്റിക് ഓർഡറിൽ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും നമ്മളൊരു ബോർഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ആ ബോർഡിന് അംഗീകാരമുണ്ടോ, നമുക്ക് പാസ്പോർട്ട് അപേക്ഷിക്കുന്ന സമയത്ത് ഒരു എംബസി അറ്റസ്റ്റേഷന് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന്, ഇതിനൊക്കെ അംഗീകാരമുള്ള ഒരു ബോർഡ് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. എസ്പെഷ്യലി കേരളത്തിൻ്റെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി അംഗീകാരം കൊടുത്തിട്ടുണ്ട് ഈ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഡിജി ലോക്കർ സംവിധാനത്തിലടക്കം ഈ BOSEയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 6 മാസം കൊണ്ട് പഠിച്ച് 6 മാസം കൊണ്ട് ഓൺലൈനായി പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുന്നൊരു സംവിധാനമാണ്
ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾ SSLC +2 പാതി വഴിയിൽ മുടങ്ങിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ 2 ബോർഡുകളെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഒന്ന് NIOS ആണ്, മറ്റൊന്ന് ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂൾ ആൻഡ് സ്കിൽ എഡ്യൂക്കേഷൻ എന്ന ബോസ് എന്ന് നമ്മൾ ചുരുക്കി പിടിക്കുന്ന ഈ 2 ബോർഡുകളാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളങ്ങനെ 10ാം ക്ലാസ്സും +2 ഒക്കെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ താഴെ ഞാനൊരു നമ്പർ കൊടുക്കാം, നിങ്ങൾക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുവാനും വേണ്ടിയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്യാം. നമ്മൾ ഈ ചാനലിലൂടെ ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളുമായി ബന്ധപ്പെട്ട NS ബന്ധപ്പെട്ട കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.